نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الناس إنا خلقناكم من ذكر وأنثى فجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട യഥാർത്ഥ അടിയാറുകളായി ജീവിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടുവാനും സദാ ശ്രദ്ധിച്ചും പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും കഴിയാൻ എല്ലാവരോടും ഉപദേശിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീക്ക് നൽകി നമ്മെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഭിമാനം എന്നത് ഏതൊരാൾക്കും വലിയ വിലയുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ ഗൗരവത്തിൽ ഈ കാര്യത്തെപ്പറ്റി ധാരാളമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അഭിമാനം ക്ഷതപ്പെടുത്തുന്നതിൻ്റെ ഗൗരവത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും അങ്ങനത്തെ അധ്യായങ്ങൾ വരെ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജത്തുൽ വിദായിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിലേറ്റവും പ്രധാനമായി പഠിപ്പിക്കുന്നതും ഹജ്ജിന്റെ പ്രത്യേകത, അറഫയുടെ പ്രത്യേകത, നരകമോചനം ധാരാളം പേർക്ക് ലഭിക്കുന്ന ദിവസം,
ഹറമിന്റെ സവിശേഷതയെല്ലാം പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, ഇതിനേക്കാളൊക്കെ ഗൗരവപ്പെട്ടതാണ് ഒരാളുടെ അഭിമാനം, ഒരാളുടെ രക്തം, അഭിമാനം. ഇതെല്ലാം ഏറെ പ്രധാനമാണ്. അതിൻ്റെ ശ്രദ്ധ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അവിടുന്ന് അറഫ മൈതാനിൽ നിന്നുള്ള വസിയത്ത് മനസ്സിലാക്കിയവരാണ് ഈ ഖുതുബ കേൾക്കുന്ന നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മളൊക്കെ ഇന്നിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തോറ്റ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ നേതാവിൻ്റെ അല്ലെങ്കിൽ ആ മത്സരിച്ച ആ മെമ്പറുടെ അവരെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റോഡിൽ നിന്ന് വളരെ മോശമായി ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തതിന് അഭിമാനം ക്ഷതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളും സംസാരങ്ങളുമൊക്കെ കഴിഞ്ഞതിൽ നടന്നു പോയിട്ടുണ്ട്. ഒരുപാട് കുറ്റം പറച്ചിലുകൾ, പ്രത്യേകിച്ച് പഞ്ചായത്തൊക്കെ ആകുമ്പോൾ അയൽവാസികളാണ്, ഇത്രയും ബന്ധങ്ങളാണ്. അയൽവാസിയോടൊക്കെയുള്ള ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അറിയാത്തവരല്ല മുസ്ലിം സഹോദരങ്ങളായ ആരും. അതെ, അനന്തരാവകാശ സ്വത്തിന്റെ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് റസൂലുള്ള അയൽപ്പക്കത്തുകാരോടുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞപ്പോൾ അനന്തരാവകാശ സ്വത്തിന് പോലും അവകാശം അയൽവാസിക്കുണ്ടാകുമെന്ന് ആ നിലക്ക് അത്ര ഗൗരവത്തിലാണ് അയൽപ്പക്കവുമായുള്ള ബന്ധം റസൂലുള്ള പഠിപ്പിക്കുന്നത്. ഓരോ ബന്ധങ്ങളുടെയും പവിത്രത, അതിൻ്റെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആ ഒരു മാന്യത നമ്മളെല്ലാവരെയും ധാരാളമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു രഹസ്യ കാര്യം ചോർത്തിയെടുക്കുക എന്നത് അത് വലിയ കുറ്റകരമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുന്ന അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് റെക്കോർഡാക്കിക്കൊണ്ടിരിക്കുക, പല കോലത്തിൽ, ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടും പല രൂപത്തിലും. അതായത് അമ്മായിമ്മ മരോളെപ്പറ്റി പറഞ്ഞതും ഭർത്താവ് ഭാര്യയെപ്പറ്റി പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ എടുത്ത് ഒരാവശ്യം വരുമ്പോൾ തെളിവായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പലതും ഫോർവേഡ് ചെയ്തും പല നിലക്കും പലരുടെയും അഭിമാനം ക്ഷതപ്പെടുത്തുന്ന ധാരാളം കാഴ്ചകൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെയാണ് നമ്മൾ ഉയരേണ്ടതും ഉണരേണ്ടതും. നമ്മളെ വീട്ടിൽ നിന്നുള്ള ബോധവൽക്കരണം ഏറെ നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ തിന്മയെ വിരോധിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന ഒരവസ്ഥ ഓരോ വ്യക്തിയിലും ഇല്ലാതെയാകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ധാരാളമായി വരിക. ഉദാഹരണത്തിന്, സുബൈക്ക് ഉറങ്ങുന്ന ഒരു രക്ഷിതാവ്, ആ വീട് അങ്ങനെയാണെങ്കിൽ അവിടെ മൊത്തം അങ്ങോട്ട് ഉറങ്ങി, പിന്നെ അതൊരു പ്രശ്നമല്ലാതാവും. എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുന്നേൽക്കാൻ ആ വീട്ടുകാരെല്ലാരെയും പ്രേരിപ്പിച്ചും നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ചും പോകുന്ന വീട്ടിലേ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവും. ഇസ്ലാമിക ഡ്രസ്സ് ധരിക്കാതെ പോകുന്ന ഒരു കുട്ടിയോട്, നമ്മളെ മകളോട്, നമ്മളെ പെങ്ങളോട്, നമ്മളെ ഭാര്യയോട്, നമ്മുടെ ഉമ്മയോട്, ഇത് ശരിയല്ലമ്മ, നിസ്കാരക്കുപ്പായ എന്നത് അത് നിസ്കരിക്കുമ്പോൾ മാത്രമല്ല, പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒരാണായാലും പെണ്ണായാലും നിസ്കരിക്കാൻ പറ്റിയ കോലത്തിലാണ് പോകേണ്ടത്. അതുകൊണ്ട് ആ ഡ്രസ്സ് നേരെയാക്കി മുഖമക്കന കുപ്പായമാർക്ക് താഴ്ത്തിയിട്ടിട്ടാണ് നിങ്ങൾ പുറത്ത് വരേണ്ടത് എന്ന് നമ്മുടെ മകളോടും പെങ്ങളോടും ഉമ്മയോടും ഭാര്യയോടും ഒക്കെ പറയാൻ ആ ഒരു ഉപദേശം നിന്നാൽ
നമ്മളെ കൂടെ അങ്ങനെ പോരും, പിന്നെ ഒരു പ്രശ്നമാവില്ല. ഇങ്ങനെ ഏത് കാര്യം എടുത്താലും വ്യക്തിപരമായി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണില്ലെങ്കിൽ, അത് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് ഓരോ വ്യക്തിയും ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ധാരാളമായി അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അതിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുത്ത് 2 തട്ടുള്ള അന്നത്തെ ആ ഒരു കപ്പലിനെ ഉദാഹരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നിന്റെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കപ്പൽ. ആ കപ്പൽ യാത്രയിൽ അടിയിലെ തട്ടിലുള്ളവർക്കും മുകളിലെ തട്ടിലുള്ളവർക്കും വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നത് മുകളിലെ തട്ടിലാണ്. അപ്പോ അടിയിലെ തട്ടുള്ള ഒരു വിദ്വാൻ എന്തിനാപ്പ എപ്പോഴും ഇങ്ങനെ ഈ മുകളിൽ കയറിപ്പോണത്, ഇതിന്റെ താഴത്ത് വെള്ളമാണല്ലോ, അതുകൊണ്ട് ഒരു ഉളിയൊക്കെ എടുത്തിട്ട് ആ കപ്പലിന് ഒരു തുളണ്ടാക്കി കുറച്ച് വെള്ളം കെട്ടി കയറ്റാനുള്ള പരിപാടിയാണ്. ഇത് മുകളിലെ തട്ടുന്ന് നോക്കിക്കാണുന്ന ആളുകൾ അവരെന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മുങ്ങുമ്പം ഈ തുളച്ചോനും താഴത്തുള്ളവരും മാത്രമല്ല, മൊത്തം മുങ്ങും. ദഅവത്ത് നിർത്തിവെച്ചാൽ, ഇതൊക്കെ പറഞ്ഞൊടുക്കൽ നിർത്തിയാൽ വലിയ പ്രത്യാഘാതങ്ങളും ശിക്ഷകളും അത് എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള പാഠം ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഒരു ഗുണകാംക്ഷയോടുകൂടി എല്ലാം കാണാനും എല്ലാവർക്കും നന്മ ലഭിക്കണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹവും നമ്മൾക്കുണ്ടാവണം. ഖുർആൻ എല്ലാവരിലേക്കും എത്തണം. എല്ലാവരും ഖുർആൻ എത്തുന്ന അവസ്ഥ. ഹുദൽ ലിന്നാസ്, എല്ലാ ജനങ്ങൾക്കും സന്മാർഗമാകുന്നു ഈ ഖുർആൻ. അതെ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ലോകത്തുള്ള സകല മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. ഇത് എല്ലാവരും ഒന്ന് അറിയണം. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇങ്ങനെ ഖുർആനിലെ പ്രതിപാദ്യം മനസ്സിലാക്കണം. അതെ, എല്ലാവരും ആദം ഹവ്വയുടെ പൊക്കിൾക്കൊടിയുമായി ബന്ധമില്ലാത്ത ആരും ഈ ലോകത്തില്ലെന്ന് അറിയണം. അത് ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് മനസ്സിലാക്കണം. ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ ഫജഅലനാകും ശുഊബൻ വ ഖബായില ലിതഅറഫു, നിങ്ങളെ ഗോത്രങ്ങളും വംശങ്ങളും വർഗങ്ങളുമാക്കിയത് തിരിച്ചറിയുവാനാണ്. ഗൾഫിൽ നിന്നൊരു കത്ത് വിട്ടാൽ നമ്മളെ വീട്ടിലെത്താൻ അഡ്രസ് ഉണ്ടാകാനാണ്. ഹാഷിം, ഖുറൈശി, ഇങ്ങനെ ഗോത്രം വംശം, നമ്മൾ ഇന്ന തറവാട്ടുകാർ എന്നൊക്കെ നമ്മൾക്ക് ഇന്ന അഡ്രസ്, ആ ഒരു അഡ്രസ്സിൽ നമ്മുടെ വീട്ടിലെത്താനാണ് നമ്മളെ ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ തിരിച്ചത്. അല്ലെങ്കിൽ സവർണൻ, അവർണൻ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ, ഇങ്ങനൊന്നും ഇല്ല. തൊലി കറുത്തോനും മനുഷ്യനാണ് എന്ന് പറയാനാണ്. അതെ, നെൽസൺ മണ്ടേല ആ കാലഘട്ടത്തിൽ 10 കൊല്ലം ജയിലിൽ കഴിഞ്ഞത്. അതെ, അംബേദ്കറെ കഥ അറിയാത്തൊരാളും ഉണ്ടാവില്ല. അവരൊക്കെ ജാതീയതയുടെ അതിനൊക്കെ എതിരിൽ ശക്തമായി സംസാരിച്ചവരാണ്. എന്നാൽ ഖുർആൻ പറയണതോ, മനുഷ്യരെ ഒറ്റ ജാതി. അതെ, നാം ശ്വസിക്കുന്ന വായു ഒന്ന്, നാം കുടിക്കുന്ന വെള്ളമൊന്ന്, നാം കഴിക്കുന്ന ഭക്ഷണമൊന്ന്, നമ്മുടെ സ്ത്രീകളൊഴുകുന്ന രക്തമൊന്ന്, നമുക്ക് ലഭിക്കുന്ന സൂര്യന്റെ വെളിച്ചമൊന്ന്, നമ്മളെ പടച്ചോൻ ഒന്ന്. ഇതൊന്നെല്ലാവരും അറിയണം. അള്ളാഹു എന്ന് അറബിയിലും, ദി ഗോഡ് എന്ന് ഇംഗ്ലീഷിലും, ഭഗവാൻ എന്ന് ഹിന്ദിയിലും, ഹുദായ് എന്ന് ഉറുദുവിലും, കടവൾ എന്ന് തമിഴിലും, ദൈവമെന്ന് മലയാളത്തിൽ പറഞ്ഞ ശക്തി ഏക ശക്തിയാണ്. ആ ശക്തിയായ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുവാനാണ് മഹർഷിമാരും മുനിമാരും പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും ഈ ലോകത്തേക്ക് വന്നത്. ആ ലോകത്തേക്ക് വന്ന എല്ലാ മഹർഷിമാരും മുനിമാരും പ്രവാചകന്മാരും എല്ലാവരും പറഞ്ഞത് ഈ ഒരു ആശയമായിരുന്നു. അത് പറഞ്ഞപ്പോ അവരെ കാലം കഴിയുമ്പോ അവരോട് പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ഒരുപാട് ആളുകളോട് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരൊറ്റ പടച്ചോനുള്ളൂ എന്നത് പറഞ്ഞു കൊടുക്കാൻ
അതെ, എല്ലാവരും ഒന്നാണ്. ആ എല്ലാ മഹർഷിമാരും മുനിമാരും പ്രവാചകരും പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അതിൽ അവസാനത്തെ നബി എല്ലാവരെയും നബിയാണ്. അർസൽനാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനുമായിട്ടാണ് മുഹമ്മദ് നബിയെ അയച്ചത്. ലോകർക്ക് മുഴുവനുമാണ് ഖുർആൻ എന്ന ഈ നന്മ എത്താത്തവർക്ക് എത്തേണ്ടതില്ലേ? അതെത്തിക്കേണ്ടതില്ലേ? ആ നന്മ കൽപ്പിക്കേണ്ടതില്ലേ? അതറിയേണ്ടതില്ലേ? അതറിയുമ്പം ഇന്നിന്റെ ഒരുപാട് വർഗീയ വിഷം ചീറ്റുന്ന ഒട്ടേറെ വർത്തമാനങ്ങൾ നിൽക്കില്ലേ? അതിന് പരിഹാരം ഇതെത്തിച്ചു കൊടുക്കലല്ലേ? അതെ, അങ്ങനെ എത്തുമ്പം ബോധ്യമാകും അതിന്റെ ഗൗരവം. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച നന്മ തിന്മയിലെ അവസാനത്തെ നബി എല്ലാവരുതുമാണ്. പരലോകമുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പം ഒരു തിന്മയും തെറ്റിലും ഒരു വാക്കിൽ പോലും അബദ്ധം വരാതെ സൂക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കില്ലേ? അതുകൊണ്ട് ആ ഡ്യൂട്ടി നിർവഹിക്കേണ്ടവർ നമ്മളാണ്. അതെ, സവർണൻ അവർണൻ, കറുത്തോൻ വെളുത്തോൻ, പണക്കാരൻ പണിക്കാരൻ, അറബി അനറബി, മുതലാളി തൊഴിലാളി എന്നും വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി നിങ്ങൾ ഏറ്റവും മാന്യൻ റബ്ബിനെ ഭയന്ന് ഇഖ്ലാസോടുകൂടി ജീവിക്കുന്നവനാണ് എന്ന മഹിതമായ ആ സന്ദേശം നമ്മൾ ഓരോരുത്തരും അറിയാനും പറഞ്ഞു കൊടുക്കാനും എത്തിക്കാനും എനിക്കും നിങ്ങൾക്കും ധാരാളമായി ഈ ഒരു സാഹചര്യത്തിൽ സാധിക്കേണ്ടതുണ്ട്. അതെ, അതിന് നമ്മൾ പണിയെടുക്കണം. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസികളെ ഇജിത്തനിബു കസീറ മിനൽ, നിങ്ങൾ ഊഹത്തൊക്കെ വെടിയണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഒരു ജനത, ഒരു കൂട്ടം ആളുകൾ മറ്റൊരു കൂട്ടത്തെ കുറ്റം പറയും. കുറ്റം പറച്ചിലും മാനം കെടുക്കലും അങ്ങനത്തെ ഒന്നും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. വലാ നിസാഉം മിൻ നിസായിൻ, വിശ്വാസികളെ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും പെട്ടു. പിന്നെ പ്രത്യേകം സ്ത്രീകളുടെ കാര്യത്തിൽ ഒന്നുകൂടി, ഒരു സ്ത്രീകളെ കൂട്ടവും മറ്റൊരു സ്ത്രീകളെ കൂട്ടത്തെ കുറ്റം പറയാം. സായക്കൂനു, കാരണം നിങ്ങൾ പറയുന്ന ആൾക്കാർ നിങ്ങളെക്കാൾ ഉത്തമരായിരിക്കും, അതുകൊണ്ട് അത് ചെയ്യരുത്. കൃത്യമായിട്ട് ഖുർആൻ പഠിപ്പിക്കും സൂറത്ത് ഹുജറാത്തിലൂടെ. വീണ്ടും പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇജ്തനിബു കസീറ മിനൽ വന്ന്, നിങ്ങൾ ഊഹത്തെ വെടിയണം, ഊഹിച്ചു പറയരുത്. ഇന്ന ബഅദൽ ഇസ്മു, ഊഹത്തിൽ മിക്കതും കളവായിരിക്കും. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ചാരപ്പണി, അങ്ങോട്ട് നോക്കി നിന്നിട്ട് കേട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്ന ഈ ചാരപ്പണി നിങ്ങൾ എടുക്കരുത്. അത് ഭയങ്കര കുറ്റാണ് എന്ന് നമ്മളെ പഠിപ്പിക്കണം. ഒരു അധ്യായം തന്നെ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തിപ്പറയുകയും കുറവാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നാശം. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, പണം ശേഖരിച്ചു വെക്കുകയും അതിങ്ങനെ എണ്ണി നോക്കുകയും ചെയ്യുന്നവർ. യഹ്സബു, അവർ വിചാരിക്കുന്നു, അന്ന മാലഹു അഖ്ലദ, ഈ പണം അവരെ സാക്ഷരതാക്കി ഇഞ്ഞൊന്നും പേടിക്കാല്ല. കല്ല, വേണ്ടട്ടോ, ലയുംബദന്ന ഫിൽ ഹുതമ, ഈ കുത്തി പറയുന്ന കുറവാക്കുന്ന ഇകയ്ക്കുന്ന അഭിമാനം ക്ഷേമപ്പെടുത്തുന്ന ഇവരെ ഹുത്തമയിലേക്ക് എറിയും എന്ന് ലോക ജനത അറിയണം. അതെ, ഹുത്തമയിലേക്ക്. വമാ അദ്റാക മൽ ഹുത്തമ, എന്താണ് ഈ ഹുത്തമ? നാറുല്ലാഹിൽ മുഖദ, അള്ളാന്റെ ജ്വലിക്കുന്ന നരകമാകുന്നു. അല്ലത്തി തത്ലുൽ അഫ്ദ, ഹൃദയത്തിന്റെ ആന്തരാങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നരകം. ഫിയാമദിൻ മുമദ്ദദ, സ്തൂപങ്ങളിലായിട്ട്. അതെ, സ്തൂപം എന്ന് പറയുമ്പോൾ നരകത്തിലെ സ്തൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ അൽഫാമൊക്കെ ഉണ്ടാക്കണ കരിയില്ലേ, ആ കരി ചൂളടൂലേ, അങ്ങനത്തെ അതിലടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത അത്ര സ്തൂപത്തിനുള്ളിൽ ഈ കുത്തിപ്പറഞ്ഞ ക്ഷതമേൽപ്പിക്കുന്ന അഭിമാനം കെടുത്തുന്ന ഇത്തരം ആളുകൾ അതിലേക്ക് ആപതിക്കും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരാളെ കുറ്റം പറയാൻ കഴിയും? എങ്ങനെ നമുക്കതിന് സാധിക്കുക? അതുകൊണ്ട് വളരെ സൂക്ഷ്മത. നമ്മളോട് ഇതൊന്നും ഏൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ഗവൺമെന്റും അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമും ഒക്കെ പഠിപ്പിക്കുന്നത് ഇതൊന്നും നമ്മളെ ഡ്യൂട്ടിയല്ല, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതെ, ആരെയും അഭിമാനക്ഷതപ്പെടുത്തുന്ന ഒന്നും നമ്മളെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലെന്ന് മാത്രമല്ല, ഈ സന്ദേശം ഇത്രയും
അഭിമാനത്തെ ക്ഷതപ്പെടുത്താത്തൊരു മതമായ ഇസ്ലാം ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലായാലും നമ്മൾ വേറെ എവിടെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്തിനാണെങ്കിലും അതിലൊക്കെ നമ്മൾ വളരെ കരുതിയിരിക്കാൻ നമ്മളെ മക്കൾ എല്ലാവരും അത് നിർദ്ദേശം പാലിച്ച് നിയമം പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. ആ രംഗത്ത് ഏറെ സൂക്ഷ്മതയും ശ്രദ്ധയും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും ഉണ്ടാവേണ്ടതുണ്ട്. അതിന് വേണ്ടത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുന്നുള്ള ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കലാണ്. അങ്ങനെ അഭിമാനത്തെ ക്ഷതപ്പെടുത്താത്ത യഥാർത്ഥ വിശ്വാസികളായി മാറാൻ നമ്മൾ കരുത്താർജിക്കേണ്ടതുണ്ട്. അള്ളാഹു ഇസ്സത്തും പ്രതാപവും വിശ്വാസികളായി നമുക്ക് നൽകി എല്ലാ നിലക്കും അനുഗ്രഹീതരായി ഈ ലോകത്ത് ജീവിച്ച് ഈമാനോടി മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകി അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചിരിക്കണം. ഈ മാസം പൊതുവെ ഒരു അവഗണിക്കപ്പെടുന്ന മാസമാണ്. എങ്ങനെ? ഇനിയിപ്പോൾ റമദാനൊക്കെ വരാണ്ടല്ലോ, കൊഞ്ഞാട് ഉഷാറാവ. വേണ്ടത്ര ഒരു പരിഗണിക്കപ്പെടാത്ത മാസമായിട്ടാണ് ഈ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. എന്നാൽ ഈ അവഗണിക്കപ്പെടുന്ന മാസത്തിൽ ഏറ്റവും ശ്രദ്ധിച്ച് ഇബാദത്ത് ചെയ്യേണ്ട മാസം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായ നോമ്പ് ഏറ്റവും കൂടുതൽ എടുത്ത മാസം ശഅബാനിലാണ്. നോറ്റ് വീട്ടാനുള്ള നോമ്പുകളെല്ലാം ശഅബാൻ 15 മുമ്പായിട്ട് നോറ്റ് വീട്ടണമെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ മാസത്തെ എല്ലാവരും അവഗണിക്കുമോ? റിയാ ഇല്ലാത്ത ഒരുപാട് പ്രവർത്തനം ചെയ്യാൻ ധാരാളമായി നോമ്പെടുത്ത് ആരെയും അറിയിക്കാതെ, നമ്മൾക്കുള്ള സുന്നത്ത് നോമ്പൊക്കെ അറിയാലോ, തിങ്കളും വ്യാഴവും നോമ്പുണ്ട്. ഓരോ മാസവും 13, 14, 15 നോമ്പുണ്ട്. ഈ നോമ്പിൻ്റെയൊക്കെ പ്രത്യേകത നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ 3 നോമ്പ് ഒരു മാസത്തിലെ 13, 14, 15 നോമ്പൊറ്റാൽ ആ 3 നോമ്പോട് ഒരു മാസം നോമ്പ് നോറ്റ പ്രതിഫലമുണ്ട് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുക്കാൻ, ഈ ഒരു മാസത്തിന്റെ ഈ റമദാന്റെ തൊട്ടുമുള്ള ഈ ശഅബാനിൽ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, നമ്മളെ വീടൊന്ന് ശ്രദ്ധിച്ചാൽ, എല്ലാവരും ഒന്ന് പണിപ്പെട്ടാൽ, ഒരു ശ്രദ്ധ ഉണ്ടായാൽ നമുക്കൊക്കെ അതിന് സാധ്യവും. അതിന് പറ്റിയൊരു സമയമാണ് ഈ ശഅബാന്റെ തുടക്കം. അവഗണിക്കപ്പെടുന്ന ഈ മാസത്തിൽ ആരും അറിയാത്ത ഒരുപാട് നന്മ, നമ്മൾ നോമ്പൊറ്റത് ആരും അറിയിക്കേണ്ടതില്ല, ആരും അറിയില്ല. അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ ധാരാളമായി നന്മ, റിയാ ഇല്ലാത്ത ഒരുപാട് ശുദ്ധമായ നിഷ്കളങ്കമായ പ്രവർത്തനം ചെയ്യാൻ ഈ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി താല്പര്യം കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ മാസത്തെ പരിഗണിച്ച് ഈ ശഅബാനിൽ ധാരാളമായി പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. ഒപ്പം റമദാനിൽ ആയുരാരോഗ്യമുണ്ടാകാൻ, നമുക്കെല്ലാ നോമ്പുമെടുക്കാനും രാത്രി നമസ്കരിക്കാനും ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാനും പുണ്യം ചെയ്യാനും ഒക്കെ നമ്മൾ ധാരാളമായി ഒറ്റക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു മാസം കൂടിയാണ്. സഹാബത്തിന്റെ ചരിത്രം പറഞ്ഞിടത്തൊക്കെ റമദാനിൽ ആയുസ് കിട്ടാൻ വേണ്ടി 6 മാസം മുതൽ തന്നെ ദുആ ചെയ്യൽ തുടങ്ങുന്നു. അതേപോലെ റമദാൻ കഴിഞ്ഞാൽ പിറ്റത്തെ 6 മാസം റമദാനിലെടുത്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്രക്ക് റമദാനോടുള്ള മഹത്വം ഉൾക്കൊണ്ട് ഈ ശഅബാനിൽ അങ്ങനത്തെ ഒരു ഒരുക്കം
അങ്ങനത്തെ ഒരു ശ്രദ്ധയും നോമ്പും മറ്റ് പുണ്യകർമ്മങ്ങളുമൊക്കെ ധാരാളമായി വാരിക്കൂട്ടാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ റമദാനുമായി ബന്ധപ്പെട്ട കിറ്റുകളും കാര്യങ്ങളുമൊക്കെ അതെല്ലാം ശരിക്ക് ചെയ്യല് ഈ മാസത്തിലാണ്. റമദാൻ ആകുമ്പോഴേക്ക് വീടുകളിലേക്ക് എല്ലാം എത്തണം. അതിനൊക്കെയുള്ള ഒരുക്കം നടത്തേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മളെ പള്ളിയിൽ നിന്ന് ധാരാളം കിറ്റുകൾ ഓരോ വർഷവും ചെയ്യാറുണ്ട്. ഒരു കിറ്റിന് 1500 രൂപയാണ്. അപ്പം അത് നമ്മളെല്ലാവരും ഇപ്പം തന്നെ പ്ലാൻ ചെയ്യാനും അതിൻ്റെ പൈസ കൊടുക്കാനും ഒക്കെ നമ്മളൊന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്നത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. അതേപോലെ പയ്യനാട് മസ്ജിദ് അതിൻ്റെ പണിയുടെ പൂർത്തീകരണം അത് ഈ റമദാനാകുമ്പോഴേക്കെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഒരു നല്ലൊരവസ്ഥയ്ക്ക് എത്താൻ നമ്മളതിൻ്റെ പൂർത്തീകരണത്തിന് കാര്യമായിട്ട് നമ്മളെല്ലാവരും ഒന്ന് സഹായിക്കേണ്ടതുണ്ട്. ഇന്നത്തെ കലക്ഷൻ ആ പള്ളിയുമായി ബന്ധപ്പെട്ട കലക്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു കീശെന്നൊരു കനം അങ്ങോട്ട് താഴോട്ട് വീഴുന്ന രീതിയിൽ നമ്മൾ നൽകുക. സത്യത്തിൽ അതൊക്കെയാണ് നമുക്ക് ബാക്കിയായി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കിയാൽ ബന മസ്ജിദൻ ഫിൽ ജന്ന, സ്വർഗത്തൊരു ഭവനമാണ് അയാൾക്ക് ലഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓല ഷെഡ് കൊണ്ട് ഒരു ആസ്പെക്റ്റിന്റെ ഷെഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു 10 സെന്റിലൊരു വീടുള്ള ആള്, ആ മനുഷ്യൻ ആ സംസാരം എൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അയാൾ ആ ഷെഡ് പൊളിച്ച് 4 സെന്റിലേക്ക് താഴേക്കുണ്ടാക്കി മുകളിൽ 6 സെന്റ് പള്ളിക്ക് വേണ്ടി അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത്. എന്നിട്ട് ആ ചെറിയ വീട്ടിലാണ് ഇപ്പോൾ അയാൾ താമസിക്കുന്നത്. മുകളിൽ 6 സെന്റിൽ പള്ളിയാണ്. അത്രക്ക് കേൾക്കുമ്പോഴേക്ക് ഉൾക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇവരുടെയൊക്കെ പ്രവർത്തനം. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി നമ്മൾ ദാനം ചെയ്യുക. അതേപോലെ എല്ലാ നിൽക്കും നമ്മൾ അഭിമാനം അത് നമ്മുടെയും കുടുംബത്തിൻ്റെയും തകരാതിരിക്കാൻ ജാഗ്രത പുലർത്തുക എല്ലാവരും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരൊറ്റ ആള് നമ്മളെ വീട്ടിലുണ്ടായാൽ മതി, ഒരു പ്രശ്നം ഉണ്ടായാൽ മതി നമ്മൾ അഭിമാനം പോകാൻ. ആരതാണെങ്കിലും ആ കുടുംബത്തിൻ്റെ മൊത്തം അഭിമാനം. ഒരൊറ്റ ലഹരി ഉപയോഗിക്കണമുണ്ടായാൽ മതി, ആ കുടുംബത്തിന് മൊത്തം. ഒരു കല്യാണം വരുമ്പോൾ പോലും അവൻ ഇങ്ങനെയെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വാപ്പ എങ്ങനെയാണ്, അല്ലെങ്കിൽ മകൻ ഇങ്ങനെ തകരാറുണ്ട്, MDMA ഉപയോഗിക്കുന്ന ആളാന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞു. പിന്നെ ആ വീട്ടിൽ നിന്ന് വേണ്ട എന്ന് പറയും. അങ്ങനെ ഒരു അഭിമാനം ക്ഷതപ്പെടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് അതില്ലാതാവാൻ തികഞ്ഞ ശ്രദ്ധ, അതായത് നല്ല ഉപദേശം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് പള്ളിക്ക് വരിക, വീട്ടിലെല്ലാവരും രാവിലെ ഉണരുക, നേരത്തെ ഉറങ്ങുക, അങ്ങനത്തെ ഒരു കൂട്ടായ രീതി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും കുത്തുബ കേൾക്കുന്ന മലയാളത്തിൽ ഇത് മനസ്സിലാക്കുന്ന നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് അങ്ങനത്തെ ഒരു ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പം ആരാണോ അങ്ങനെ ഇടപെടുന്നത്, ആ ഇടപെട്ട് വീട്ടിൽ പ്രവർത്തനം ചെയ്യുന്നവൻ അവനെ എല്ലാവരും അംഗീകരിക്കും. ഫസ്റ്റിലൊരു എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നെന്ത് ചെയ്യും, അങ്ങനെ എല്ലാവരും വാപ്പെത്തിയിട്ടില്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കും, മകനെത്തിയിട്ടില്ലേ നമ്മൾ കാത്തിരിക്കും. അങ്ങനെ എത്തിയിട്ടേ കഴിക്കുമെന്ന് തോന്നുമ്പം അവർക്കും പുറത്തിരിക്കാൻ കഴിയില്ല, അവർക്കിത് വരേണ്ടി വരും. അങ്ങനത്തെ ഒരു ചിട്ട നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും, എന്നിട്ട് അവിടുന്ന് കുശലാന്വേഷണങ്ങളും സംസാരങ്ങളും ഒക്കെ നടക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പം വലിയ മാറ്റം. അങ്ങനത്തെ ഓരോ ഉപദേശം, നേരത്തെ സൂചിപ്പിച്ച ഡ്രസ്സിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ ഉള്ള ഉപദേശം, ഇടത്തെ കൈ കൊണ്ടൊക്കെ വെള്ളം കുടിക്കുമ്പോൾ ഇതാ മോനെ വലത്തെ കൈ കൊണ്ട് കുടിക്കി, വലത്തെ കൊണ്ട് കുടിക്കി, അത് സുന്നത്താണ്. ഇങ്ങനെ ഓരോന്നും രാത്രി കിടക്കുമ്പോൾ ആ ചിട്ടകളും പ്രാർത്ഥനകളും ഒതുവെടുത്തൊക്കെ കടുക്കി, ആയത്തെക്കുറിച്ചൊക്കെ ചൊല്ലി ദ്വായകളൊക്കെ ചൊല്ലി കിടക്കി എന്നൊക്കെ ആട്ടിങ്ങോട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കി, എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വേണമെങ്കിൽ ഒരു ഡൈനിങ് ഹാളിലൂടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഇതിങ്ങനെ തോണ്ടിയിട്ട് അവിടെ വെള്ളം പറ്റി പോവുക പലരും.
എന്ന് പറഞ്ഞാൽ അവിടെ ഉറങ്ങിപ്പോവാണ്, അല്ലെങ്കിൽ കൂർക്കം വലിക്കുകയാണ്. അങ്ങനെ തോണ്ടി ആരാണ് അവസാനം അങ്ങനെ അല്ലെങ്കിൽ എന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഈ സുന്നത്തൊക്കെ പാലിക്കാതെയാണ് ഇന്ന് പലരും ഉറങ്ങണത്, പലരും ഉണരുന്നത്. ആ ചര്യയൊന്നുമില്ല. അതുകൊണ്ട് ഇതിലേക്കൊക്കെ നമ്മളൊന്ന് സജീവമായി ശരിക്ക് ആ ഒരു നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഒരാളെയും അഭിമാനം ക്ഷതപ്പെടുത്താതിരിക്കുക. മായൽഫിദുമിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹ് നിരീക്ഷിക്കുന്നുണ്ട്. അവന് നിരീക്ഷിക്കാൻ മലക്കുകൾ അല്ലാഹു ഏർപ്പാട് ചെയ്യുന്നു. നമ്മളോട് ആ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തും ഇല്ലാതിരിക്കാനും നമ്മുടെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു ചീത്തപ്പേര് വരാതിരിക്കാനും അതിനൊക്കെയുള്ള പ്രാർത്ഥനയും പ്രയത്നവും ഈ ഒരു മാസത്തിന്റെ ആ ഒരു പ്രത്യേകത ഓർത്തുകൊണ്ട് കാര്യങ്ങൾ അമലുകൾ വർദ്ധിപ്പിക്കുവാനും അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കാനും നമുക്കൊക്കെ കഴിയണം. റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും വീഴ്ചകളും എല്ലാം അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ഈ ലോകത്തുനിന്ന് വിട പറയും വരെ ഒരാളുടെ അഭിമാനത്തിനും ക്ഷതപ്പെടുത്താതെ നമ്മളും നമ്മുടെ കുടുംബത്തിനും ഒരു ചീത്തപ്പേര് വരാത്ത വിധം ഏറെ നന്നായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നന്മകളും അള്ളാഹു സ്വീകരിക്കുകയും ഒരുപാട് നന്മയിൽ മുന്നേറി ജീവിതത്തെ മരണം വരെ റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച് അതിന്റെ പുണ്യം നേടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ധാരാളമായി അവസരവും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരീ സഹോദരങ്ങൾ അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്ന രോഗിക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار.